റവന്യൂ വകുപ്പിലെ മാനദണ്ഡ വിരുദ്ധ സ്ഥലം മാറ്റങ്ങൾക്കെതിരെ പാലക്കാട് ജോയിന്റ് കൌൺസിലിന്റെ പ്രതിഷേധം. പാലക്കാട് റവന്യൂ വകുപ്പിൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ വില്ലേജ് ഓഫീസർ, റവന്യൂ ഇൻസ്പെക്ടർ തസ്തികകളിൽ നടത്തിയ സ്ഥലം മാറ്റം ജീവനക്കാരുടെ സ്ഥലം മാറ്റ മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും അട്ടിമറിച്ചാണെന്നും ഉത്തരവ് റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ജോയിന്റ് കൌൺസിൽ പാലക്കാട് സിവിൽ സ്റ്റേഷനിലും കളക്ടറേറ്റിലും പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ അവരുടെ ആവശ്യപ്രകാരമല്ലാതെ ദൂരസ്ഥലങ്ങളിലേക്ക് മതിയായ കാരണമില്ലാതെ സ്ഥലം മാറ്റിയതായി ജോയിന്റ് കൌൺസിൽ ആരോപിക്കുന്നു. കോൺഗ്രസ് അനുകൂല സംഘടനയായ NGO അസോസിയേഷൻ പ്രവർത്തകരാണ് ജില്ലാ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കി ഇത്തരം സ്ഥലമാറ്റ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് എന്നാണ് ജോയിന്റ് കൌൺസിലിന്റെ ആരോപണം. മെയ് 4 റിസൾട്ട് വന്നതോടുകൂടി മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ തന്നെ പെടാപ്പാട് പെട്ടുകൊണ്ടിരുന്ന UDF ഒരു വശത്ത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ മറുവശത്ത് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ പോക്കറ്റ് വീർപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ആളുകളെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റി ഓഫറുകൾ വെച്ച് പണം വാങ്ങി സ്ഥലം മാറ്റത്തിൽ ഇടപെടുന്ന ഒരു സംവിധാനം ശ്രവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളത് കാണുന്നുണ്ടായിരുന്നു. മിനിമം 25,000 രൂപയാണ് റെസീറ്റ് എഴുതി കൊടുത്ത് സ്ഥലം മാറ്റം, ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം നൽകുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരുന്ന കാലഘട്ടങ്ങളിൽ സുസ്ഥിരമായ വികസനം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് HRMS നടപ്പിലാക്കിയത്. ഓൺലൈൻ സ്ഥലം മാറ്റം ജീവനക്കാർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. 3 വർഷക്കാലം ഒരു സ്റ്റേഷനിൽ ഒരു സീറ്റിൽ ജോലി ചെയ്യാൻ കഴിയും. ആ വിശ്വാസത്തെയാണ് കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നടപടികൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഒരു മാസം തികയുന്നതിന് മുമ്പ് സർക്കാർ ഓഫീസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥലം മാറ്റത്തിന്റെ മറവിൽ വലിയ സാമ്പത്തിക ഇടപെടലുകൾ നടത്തുന്നതായും തൃശൂരിൽ NGO അസോസിയേഷന്റെ ജില്ലാ ഭാരവാഹിയെ സ്ഥലം മാറ്റത്തിനു വേണ്ടി കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടിയത് ഇതിനുദാഹരണമാണെന്നും സമരക്കാർ പറഞ്ഞു. പ്രതിഷേധ സമരം സംസ്ഥാന കമ്മിറ്റി അംഗം MC ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. അന്യായമായി ജീവനക്കാരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള നടപടികൾ തുടർന്നു വരികയാണ്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ മറ്റൊരു സ്ഥലം മാറ്റം നടത്തുമ്പോൾ നമ്മൾ ഇതേപോലെ ഇവിടെ പ്രതിഷേധിച്ചതാണ്. പ്രതിഷേധ സമരങ്ങൾ നമ്മളിനി തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ വകുപ്പിൽ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ അവിടുത്തെ സമരത്തിൽ നമ്മൾ അവരോടൊക്കെ പറഞ്ഞു തരുന്നതാണ്, ഈ കളി തീക്കളിയാണ്, അനാവശ്യമായി ആരോഗ്യകരമല്ലാത്ത ഏത് സ്ഥലം മാറ്റങ്ങൾ നടത്തിയാലും അതിനെതിരെ ഞങ്ങൾ ഏത് തരത്തിലുള്ള പോരാട്ടങ്ങൾ നടത്തുമെന്ന് അന്ന് തന്നെ ഇവർക്ക് ഞങ്ങൾ താക്കീത് കൊടുത്തതാണ്. ഞങ്ങൾക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഈ സ്ഥലം മാറ്റങ്ങളൊക്കെ തന്നെ റദ്ദ് ചെയ്തുകൊണ്ട് ഒരുപാട് ദൂരേക്കൊക്കെ 50-60 കിലോമീറ്റർ ദൂരത്തേക്കൊക്കെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വനിതകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ സ്ഥലം മാറ്റുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഭരണങ്ങളൊക്കെ മാറി മറിഞ്ഞ് വരുന്ന സാഹചര്യം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ഒരു സ്ഥലം മാറ്റങ്ങൾ ഇന്ന് ഈ സിവിൽ സർവീസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ജില്ലാ ട്രഷറർ PK സന്തോഷ് അധ്യക്ഷനായി. PD അനിൽകുമാർ, MS അനിൽകുമാർ, R മനോജ് കുമാർ, B സുജിത്, സിനിമോൾ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KV ജയപ്രകാശ് സ്വാഗതവും മേഖലാ ട്രഷറർ നിതിൻ മാത്യു നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.